അപ്പോൾ എല്ലാവർക്കും നമസ്കാരം, ഗുഡ് മോർണിംഗ്. നമുക്കപ്പോൾ പത്രങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം. പത്രങ്ങളിൽ മനോരമയിലേക്ക് വന്നു കഴിഞ്ഞാൽ തലക്കെട്ട് നമ്മുടെ ഹാരിസ് ഡോക്ടറാണ്. ഹാരിസ് തന്നെ ശരി എന്നതാണ് മലയാള മനോരമ തലക്കെട്ടായി നൽകിയിരിക്കുന്നത്. ഡോക്ടറുടെ വെളിപ്പെടുത്തൽ സതുദ്ദേശത്തോടെ, എന്നാൽ ചട്ടലംഘനം. മെഡിക്കൽ കോളേജുകളിലെ സിസ്റ്റം തകരാറിലെന്ന് തുറന്നുകാട്ടിയ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ CH ഹാരിസിന്റെ വെളിപ്പെടുത്തലുകൾ ശരിവെച്ച് 4-അംഗ സമിതിയുടെ റിപ്പോർട്ട്. ഇതിൽ വീണ ജോർജിന്റെ ഒരു കാർട്ടൂൺ കൂടി, വാരഫലം കൂടി അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറഞ്ഞത് ശരി. അതായത് നമ്മൾ ഈ കണ്ണ് പരിശോധിക്കാൻ വെക്കുമ്പോൾ വലിയ അക്ഷരത്തിൽ തുടങ്ങി ചെറിയ അക്ഷരത്തിലേക്ക് വരില്ലേ, അപ്പോൾ പറഞ്ഞത് ശരി എന്നുള്ളത് അവസാന വരി കാണുന്നില്ല എന്നതാണ് വാരഫലത്തിൽ കൊടുത്തിരിക്കുന്നത്. റിപ്പോർട്ടിൽ പറയുന്നത് രോഗികളിൽ നിന്ന് പിരിവെടുത്തു എന്നടക്കമുള്ള കാര്യങ്ങളാണ്. അത് നമ്മൾ അന്ന് തന്നെ ഡോക്ടർ ഹാരിസിന്റെ പ്രതികരണത്തിലൂടെയൊക്കെ വ്യക്തമാക്കി കൊടുത്തതുമാണ്. അപ്പോൾ ഹാരിസ് തന്നെ ശരി എന്നതാണ് പ്രധാനപ്പെട്ട വാർത്തയായി നൽകിയിരിക്കുന്നത്. മറ്റൊന്ന് നമ്മുടെ സാനുമാഷിന്റെ വിയോഗ വാർത്തയാണ്. ഓർമ്മയിലെന്നും സർഗ സാനു എന്ന തലക്കെട്ടോടുകൂടി സാനുമാഷിന് ഡോക്ടർ CK രാമചന്ദ്രൻ അന്ത്യചുംബനം നൽകുന്ന ഒരു ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. അവരുടെ സൗഹൃദം, സായാഹ്ന നടത്തങ്ങളൊക്കെ ആ ചുംബനം കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരികയും ചെയ്യും. ഛത്തീസ്ഗഡിലെ പെൺകുട്ടിയുടെ അമ്മ ബജ്രംഗ് ദൾ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞ കാര്യമാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. പെൺകുട്ടികളുടെ പരാതിയിൽ പോലീസ് ഇതുവരെ കേസെടുത്തിട്ടില്ല എന്നതും മനോരമ പ്രാധാന്യത്തോടുകൂടി തന്നെ നൽകിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മരുന്നുകൾക്ക് വില കുറയും. 35 മരുന്നുകൾ, പാരസെറ്റമോൾ അടക്കമാണ് അവശ്യ മരുന്നുകളുടെ വില കുറയ്ക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു എന്നതും മനോരമ പ്രാധാന്യത്തോടുകൂടി തന്നെ നൽകിയിരിക്കുകയാണ്. ഇതൊക്കെയാണ് മനോരമയുടെ ഫ്രണ്ട് പേജ് വാർത്ത. ഫ്രണ്ട് പേജിന്റെ ആദ്യ പകുതിയും കൊണ്ടുപോയിരിക്കുന്നത് പരസ്യമാണ്. അപ്പോൾ നമുക്ക് മാതൃഭൂമിയിലേക്ക് വരാം. മാതൃഭൂമിയിൽ സാനുമാഷിന്റെ വാർത്തയാണ് പ്രാധാന്യത്തോടെ ആദ്യ ചിത്രമായി തന്നെ നൽകിയിരിക്കുന്നത്. ഇനി ഓർമ്മ നക്ഷത്രം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ചിത്രം, MV സിനോജിന്റെ ചിത്രം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അസ്തമിക്കാത്ത വെളിച്ചം എന്ന തലക്കെട്ടിൽ സിറാജ് കാസിമിന്റെ റിപ്പോർട്ടുമുണ്ട്. സന്ധ്യയിൽ നിന്ന് സാനുമാഷ് പതിവ് പോലെ പ്രഭാതത്തിൽ തന്നെ ഇറങ്ങി. എറണാകുളം ടൗൺ ഹാളിൽ 100 കണക്കിന് ആളുകൾക്ക് നടുവിൽ മാഷ് വെള്ള പുതച്ചുറങ്ങി. ഒടുവിൽ ആകാശം കാണാൻ തനിക്ക് ഏറെ പ്രിയപ്പെട്ട നേരമെന്ന് എപ്പോഴും പറയാറുള്ള സന്ധ്യാനേരം സാക്ഷിയാക്കി സാനുമാഷ് മൺമറഞ്ഞു. അദ്ദേഹത്തിന് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല ലീഡാണ് ഈ വാർത്തയ്ക്ക് സിറാജ് കാസിം എഴുതിയത്. അതുകൊണ്ടാണ് ഞാൻ ആ പേര് കൂടി പറഞ്ഞത്. കന്യാസ്ത്രീകളുടെ അറസ്റ്റ് സംബന്ധിച്ചുള്ള വാർത്തയും പ്രാധാന്യത്തോടെ കൊടുത്തിരിക്കുന്നു. കുടുംബത്തിന് ഭീഷണിയുണ്ട് എന്ന പെൺകുട്ടിയുടെ അമ്മയുടെ വെളിപ്പെടുത്തൽ മൊഴി പോലീസ് ബലമായി വാങ്ങിയെന്നും ബുധിയ പ്രധാൻ നൽകിയ ആ ഒരു വിവരം അത് പ്രാധാന്യത്തോടുകൂടി കൊടുത്തിരിക്കുന്നു. വായ്പയെടുത്ത കർഷകരുടെ വിള ഇൻഷുറൻസിൽ ബാധ്യത ബാങ്കിന് എന്നതാണ് മാതൃഭൂമിയുടെ സ്വന്തം വാർത്ത. ബിജു പരവത്ത് റിപ്പോർട്ട് ചെയ്യുന്നു. വിള ഇൻഷുറൻസ് പദ്ധതിയിൽ നിന്ന് കർഷകർ ഒഴിവാകുന്നത് തടയാൻ കർശന നടപടിയുമായി കേന്ദ്ര കൃഷി മന്ത്രാലയം. കാർഷിക വായ്പ എടുക്കുന്ന കർഷകരെ വിള ഇൻഷുറൻസിൽ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ വിളനാശത്തിന് നഷ്ടപരിഹാരം നൽകാനുള്ള ബാധ്യത ബാങ്കുകൾക്കാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള കത്ത് ജൂലൈ 28-ന് അയച്ചിട്ടുണ്ട്. ആ കത്ത് സംബന്ധിച്ചുള്ള വാർത്തയാണ് മാതൃഭൂമി പ്രാധാന്യത്തോടെ കൊടുത്തിരിക്കുന്നത്. ചക്രവാത ചുഴി എത്തിയിട്ടുണ്ട്. ചൊവ്വാഴ്ച വരെ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് കൂടിയുണ്ട്. കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട വാർത്ത നമ്മൾ കണ്ടുകഴിഞ്ഞു. അതോടൊപ്പം തന്നെ തെരുവുനായ കഴിച്ച ഭക്ഷണം വിദ്യാർത്ഥികൾക്ക് നൽകി ഛത്തീസ്ഗഡിൽ 78 കുട്ടികൾക്ക് കുത്തിവയ്പ്പെടുത്തു എന്ന വാർത്ത. ബലോദ ബസാർ ജില്ലയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. VC നിയമനവുമായി ബന്ധപ്പെട്ട് കേസുകൾ തീർത്തിട്ട് സഹകരിക്കാം എന്ന് ഇന്നലത്തെ കൂടിക്കാഴ്ചയിൽ ഗവർണർ പറഞ്ഞതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. അതോടൊപ്പം തന്നെ അടൂർ ഗോപാലകൃഷ്ണന്റെ ഇന്നലത്തെ പരാമർശം നമ്മളത് വാർത്തയായി നൽകിയതാണ്. അതിൽ വലിയ വിവാദവും പ്രതിഷേധവും പുഷ്പവതി അധിക്ഷേപ പരാമർശമുണ്ടായെന്ന് ആരോപിച്ച് പ്രതിഷേധിക്കുന്ന ചിത്രമടക്കം പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്നു. സ്പൈസ് ജെറ്റ് ജീവനക്കാർക്ക് പരിക്കേറ്റ അധിക ബാഗേജിനെ ചൊല്ലിയുള്ള അടിയാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. അതോടൊപ്പം മിസോറമിൽ 350 കോടി രൂപയുടെ മയക്കുമരുന്ന് പിടികൂടി എന്ന വാർത്തയും മാതൃഭൂമി പ്രാധാന്യത്തോടുകൂടി തന്നെ നൽകിയിരിക്കുകയാണ്. നമുക്ക് മാതൃഭൂമിയിൽ നിന്ന് ദേശാഭിമാനിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ദേശാഭിമാനിയിലെ പ്രധാനപ്പെട്ട വാർത്ത PSC നിയമനം 3 ലക്ഷത്തിലേക്ക് എന്ന വാർത്തയാണ്. രാജ്യത്തെ PSC നിയമനങ്ങളുടെ 60% കേരളത്തിലാണ്. അതിന്റെ കണക്കുകൾ വെച്ചുകൊണ്ടുള്ള റിപ്പോർട്ടാണ് ദേശാഭിമാനി ഫ്രണ്ട് പേജ് വാർത്തയായി തന്നെ നൽകിയിരിക്കുന്നത്. ഇനി ഹൃദയ സാനുവിൽ എന്നാണ് MS അശോകന്റെ സാനുമാഷെക്കുറിച്ചുള്ള റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. എഴുതിയും പറഞ്ഞും പകർന്ന അറിവിന്റെ പാഠങ്ങളും സൗഹൃദ മധുരവും ഹൃദയത്തിലേറ്റി തലമുറകളുടെ ഗുരുനാഥന മലയാളം വിടചൊല്ലി എന്നുള്ള തലവാചകമാണ് നൽകിയിരിക്കുന്നത്. മൂകമായി സന്ധ്യ എന്ന ഉൾപേജിലുണ്ട്. ചിതയിലൊടുങ്ങാത്ത വെളിച്ചമായി എന്ന് 4-ാമത്തെ പേജിലും ഉൾപ്പെടുത്തിയിരിക്കുന്നു. മഴ ശക്തമാകുമെന്നുള്ളത് നമ്മൾ നേരത്തെ വായിച്ചു. ആ വാർത്ത കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ റിപ്പോർട്ട് ഉദ്ധരിച്ചുകൊണ്ട് ദേശാഭിമാനിയും പ്രാധാന്യത്തോടുകൂടി തന്നെ നൽകിയിരിക്കുന്നു. ഛത്തീസ്ഗഡിൽ ആദിവാസി യുവതികൾ നേരിട്ടത് കൊടും ക്രൂരതയാണ്. ക്രൂരമർദ്ദനം, ബലാത്സംഗ ഭീഷണി അടക്കമുണ്ടായതിനെക്കുറിച്ചുള്ള വിശദമായ വാർത്ത അത് ഉൾപേജിലും പ്രാധാന്യത്തോടുകൂടി കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് നിക്ഷേപ തട്ടിപ്പ്, യൂത്ത് ലീഗ് നേതാവിനെതിരെ കൂടുതൽ പരാതികൾ എന്നുള്ള വാർത്തയും പ്രാധാന്യത്തോടുകൂടി തന്നെ നൽകിയിരിക്കുന്നു. അതും ദേശാഭിമാനിയിൽ നമുക്ക് കാണാം. സുവിശേഷ പ്രവർത്തകന് നേരെ അക്രമം, 4 BJP പ്രവർത്തകർക്കെതിരെ കേസ് എന്നുള്ള വാർത്തയാണ്. ബത്തേരി സ്വദേശി ഉദിത് ഉൾപ്പെടെ
ഉൾപ്പെടെയുള്ളവർക്കെതിരെ ബത്തേരി പോലീസ് സ്വമേധയാ എടുത്ത കേസിനെ കുറിച്ചുള്ള വാർത്ത. സിനിമാ കോൺക്ലേവ് സമാപിച്ചു, ലോകത്തോളം കുതിക്കാനൊരുങ്ങി മലയാള സിനിമ. ഇതിൽ സിനിമാ കോൺക്ലേവിനെത്തിയ ശ്രീകുമാരൻ തമ്പിയോട് സൗഹൃദം പുതുക്കുന്ന മന്ത്രി സജി ചെറിയാൻ, മധുപാൽ, അടൂർ ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സമീപം എന്നതാണ്. ഇതിൽ ആ വിവാദ വാർത്ത ഉൾപ്പെട്ടിട്ടില്ല ഫ്രണ്ട് പേജിൽ എന്നതും ശ്രദ്ധേയമാണ്. ദേശാഭിമാനിയിൽ സിനിമാ കോൺക്ലേവിനിടയിലാണ് ഇന്നലെ ആ തർക്കം ഉണ്ടായത്. അത് ബാക്കി മാധ്യമങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുമുണ്ട്. മാധ്യമത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ വഴങ്ങാതെ ഗവർണർ ഇന്നലത്തെ കൂടിക്കാഴ്ചയാണ് പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കൊടും പട്ടിണിയിലൂടെ കടന്നുപോകുന്ന ഗസയിലെ കാഴ്ച, എല്ലും തോലുമായ കുഞ്ഞിന്റെ ചിത്രമടക്കം അത് ഉള്ളിൽ വയ്ക്കുന്ന ഒരു കാഴ്ചയെ മാധ്യമത്തിന്റെ ഫ്രണ്ട് പേജിലുണ്ട്. പോലീസ് ഒത്താശയിൽ ടി പി കേസ് പ്രതികളുടെ മദ്യപാനം എന്നതാണ് മാധ്യമത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. ഇനി നമുക്ക് ദ ഹിന്ദുവിലേക്ക് കൂടി വന്നു കഴിഞ്ഞാൽ തേജസ്വി യാദവിന്റെ വോട്ടർ ID വിഷയം അത് പ്രാധാന്യത്തോടുകൂടി ദ ഹിന്ദു നൽകിയിരിക്കുന്നു. ഇന്നലെ നമ്മൾ നൽകിയ വാർത്തയാണ്. ദ ഇലക്ഷൻ കമ്മീഷൻ ഓൺ സൺഡേ ആസ്ക്ഡ് തേജസ്വി യാദവ്, ലീഡർ ഓഫ് ദ ഓപ്പോസിഷൻ ഇൻ ദ ബിഹാർ അസംബ്ലി, ടു പ്രൊവൈഡ് ഡീറ്റെയിൽസ് ഓഫ് ഹിസ് വോട്ടർ ID കാർഡ് ഫോർ എ തെറോ ഇൻവെസ്റ്റിഗേഷൻ എന്നതാണ്. പേര് കാണാനില്ല എന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച ആരോപിച്ചിരുന്നു. അതിന്റെ തുടർച്ചയായിട്ടുള്ള നീക്കമാണ് നമ്മൾ കാണുന്നത്. അതോടൊപ്പം തന്നെ സിനിമാ കോൺക്ലേവ് സംബന്ധിച്ചുള്ള വാർത്ത. ഗവൺമെന്റ് വിൽ ഇനിഷ്യേറ്റ് ടോക്സ് ടു റിസോൾവ് വേജ് ഡിസ്പാരിറ്റി ഇൻ ഫിലിം ഇൻഡസ്ട്രി, സജി ചെറിയാന്റെ ആ ഒരു വാർത്ത. അതോടൊപ്പം തന്നെ അടൂർ ഗോപാലകൃഷ്ണൻ ഉണ്ടാക്കിയ ആ വിവാദം അത് പ്രാധാന്യത്തോടു കൂടി തന്നെ കൊടുത്തിട്ടുണ്ട് ദ ഹിന്ദുവിന്റെ ഫ്രണ്ട് പേജിലും. ടിബറ്റൻ ഫ്ലെയർ, അതാണ് ദ ഹിന്ദു കൊടുത്തിരിക്കുന്ന ചിത്രം. വിസിറ്റേഴ്സ് ദ ടിബറ്റൻ സെറ്റിൽമെന്റ് ഇൻ ഒഡയാർപാലയ, ഓൾസോ നോൺ ആസ് ഡോണ്ടൽനിങ് ഇൻ ചാമരാജനഗർ, കർണാടകയിലെ ചാമരാജനഗറിൽ നിന്നുള്ള ആ ചിത്രവും നല്ല രസമുള്ള ഒരു ചിത്രമാണ്. ടിബറ്റൻ ഫ്ലെയർ എന്ന് പറഞ്ഞുകൊണ്ട് ആ ചിത്രമാണ് ദ ഹിന്ദു കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സ്പൈസ് ജെറ്റിലുണ്ടായ കഴിഞ്ഞ ദിവസത്തെ അടി അത് സംബന്ധിച്ചുള്ള വാർത്തയും പ്രാധാന്യത്തോടുകൂടി തന്നെ നൽകിയിരിക്കുന്നത്. ഇതൊക്കെയാണ് ഇന്നത്തെ പത്രവാർത്തകൾ. ഇനി നമുക്ക് നമ്മുടെ വാർത്താമുറിയിൽ തയ്യാറായിരിക്കുന്ന വാർത്തകൾ ഏതൊക്കെയാണെന്ന് നോക്കാം.